ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന് DQ40. ഇനി ആ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യേണ്ട കാര്യം വരില്ല, കാരണം നാളെ ഇതിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ റിവീലിംഗ് ആണ്. പേരിട്ടിട്ടാണ് ബാക്കി പരിപാടികളുള്ളൂ. അത് ഗംഭീരമായി. അഡ്രസ് ആദ്യം കണ്ടു തരും. പിന്നെ അത് നല്ലൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ ഇത് DQ നാസർ ഹിദായത്ത് മൂവി ഇന്നത് ഇതിങ്ങനെ പേരാദ്യം ഇതിങ്ങനെ പറയാൻ നിൽക്കണം. സിനിമേന്റെ പേരങ്ങ് വന്നു കഴിഞ്ഞാൽ ഇന്ന സാധനം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിൽ DQ40 അങ്ങനെ പറയേണ്ടി വരും. ഇതൊന്നും അത്ര വലിയ ഒരു ഹൈപ്പ് കിട്ടാനുള്ളതിന് ഈ നമ്പർ ഇട്ട് വിളിക്കുന്നതേ ശരിയല്ലാന്ന്. അത് ജയിലിൽ മാത്രമേ ഉള്ളൂ, പുറത്തു പാടില്ല. 361 എന്ന് പറയുന്ന പോലെ അത് ശരിയല്ല ഒരിക്കലും. അതെ. ഓക്കെ, എന്തായാലും അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ആ സിനിമയുടെ ടീസർ, ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അതൊന്ന് കാണണം. ആദ്യം നമുക്ക് DQന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഒന്ന് കാണാം. ഓക്കെ, ആദ്യം വന്നത് പിന്നെ ഓക്കെ ഇതാണ് വേഫർ ഫിലിംസ് പ്രസൻസ് DQ40. എന്തത് മറ്റേ ചൂത് കളിക്കുന്ന ഒരു കോയിന്റെ, അതിന്റെ കോയിന്റെ ആ സൈഡിലത്തെ ഇതൊക്കെ ഡിസൈൻ ഒക്കെ കണ്ടിട്ട് ആ കോയിൻ പോലെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ക്യാരംസിന്റെ കോയിൻ ആയിരിക്കാം. എന്തായാലും കോയിനാണ്. അതിൽ DQ40 എന്ന് എഴുതിയിരിക്കുന്നു. അതിങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട് കേട്ടോ. അതാണ് പറയേണ്ടത്. ഏത് കോയിൻ ആണെങ്കിലും തീയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യും സിനിമ. ടൈറ്റിൽ റിവീല് ടുമോറോ 5 PM. ഓക്കെ, വെയിറ്റിംഗ്. എന്താണെങ്കിലും പേരൊന്നും എന്താന്ന് അറിയാൻ വേണ്ടിട്ട് എത്ര നാൾ കൂടിയിട്ടാ മലയാളത്തിൽ ഒരു പേരിടാൻ പോണത്. ഒടുവിൽ ആ സൂര്യൻ മറ നീക്കി പുറത്തു വരുന്നു. കിങ് ഓഫ് കൊത്തക്ക് ശേഷം മലയാളത്തിലേക്ക് ദുൽഖർ തിരിച്ചെത്തുന്നു. അതിനോളം ഓളം വേറെ എന്തിനുണ്ട്? 2-2.5 വർഷം അല്ലേ? 2 വർഷമായോ? പിന്നെ 23-ലായിരുന്നോ കിങ് ഓഫ് കൊത്ത? എന്തായിരുന്നു അതിന്റെ ഹൈപ്പ്? ദുൽഖർ സിനിമകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക പഞ്ചാ. സത്യം പറയാം, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത്, അത് സാധാരണ ഒരു വീഡിയോ പോലും ദുൽഖറിന്റെ പേരിൽ പോയാൽ അതിന് കയറുന്ന വ്യൂസ് നമുക്കൊന്നും മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ഏകദേശം. എന്താണെങ്കിലും നാളെ 5 മണിക്ക് ടൈറ്റിൽ പുറത്തു വരും. എന്തായാലും നഹാസ് ഹിദായത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സബ്ജക്റ്റാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററും അതും തമ്മിൽ ഒരു ബന്ധമല്ല കേട്ടോ. അതൊരു സത്യം കേട്ടോ. അതല്ലേ അപ്പൊ ഇത് എന്നുള്ളൊരു സംശയം പറയാൻ പറ്റൂല. ടൈറ്റിൽ വരുമ്പോൾ അറിയാലോ ഏകദേശം എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് അൻബറിവാണ്. പിന്നെ ജെക്സ് ബിജോയ് അല്ലേ? ജെക്സ് ബിജോയ് മ്യൂസിക് അല്ലേ? യെസ്. ഓക്കെ, നാളെ അതെ. SJ സൂര്യ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ SJ സൂര്യക്ക് പിന്നെ റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്, മിസ്കിൻ. അങ്ങനെയല്ലേ പറഞ്ഞിട്ട്? പിന്നെ നായിക മൃണാൾ താക്കൂർ ആയിരിക്കോ അതോ ഇനി പ്രിയങ്ക മോഹൻ ആയിരിക്കോ എന്നുള്ള അറിഞ്ഞുകൂടാ. മറ്റൊന്ന്, ഇതിൽ ആന്റണി പെപ്പെ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. മതിയല്ലോ, ഇത്രയൊക്കെ പോരെ. ഓക്കെ, ഇനി ആഭ്യന്തര കുറ്റവാളിയിലേക്ക് കടക്കാം. എന്തായാലും ആസിഫ് അലി നായകനാകുന്ന സിനിമയാണ്. സേതുനാഥ് പത്മകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഗംഭീര ഒരു സാധനമായിരുന്നു കേട്ടോ. നമ്മളത് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി സാധനമായിരുന്നു. ശരിക്കും നീ നേരത്തെ പറഞ്ഞില്ലേ DQ40 ഈ നമ്പർ വിളിക്കുന്നത് അത് ജയിലിലേ പറ്റുള്ളൂ. ഇവിടെ ആഭ്യന്തര കുറ്റവാളി വരുന്നത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ? കണക്ഷൻ ഉണ്ട്. നമ്പർ എന്താണെന്ന് അറിഞ്ഞൂടാ, കയ്യിലുള്ള നമ്പറേ. എന്തായാലും ആളൊരു ഭർത്താവ് ഉദ്യോഗം വളരെ നീറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഭാര്യ ഒരു ഭദ്രകാളിനെ പോലെയാണ് വരുന്നതെന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷെ ഇതിൽ ഭാര്യയായിട്ട് വരുന്നത് ആരാന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അത് നായിക ഏതോ അറിയത്തില്ല കേട്ടോ, പുതിയ ആളാന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു കൈയിന്റെ കാര്യം പറഞ്ഞതില് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ആരാണ് ആഭ്യന്തര കുറ്റവാളി എന്നുള്ളത് ചിലപ്പോൾ ടീച്ചർ കാണുമ്പോഴേ മനസ്സിലാവും. അതെ, എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട്, കാണാം. ഒരു 55 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. പോരെ? മതിയാവോ? നമ്മളെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇത് ധാരാളം. നമുക്കത് മതി. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത് അറിഞ്ഞ് നോക്കണം. പിന്നെ ചിലപ്പോൾ എന്താ കണ്ടന്റ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നോക്കാം. അതായത് കല്യാണം കഴിക്കുന്നത് വലിയൊരു കുറ്റം തന്നെയാണെന്നാണ്. കല്യാണത്തിന് ശേഷം ഉള്ളത് എന്താണോ അത് തന്നെയായിരിക്കും മിക്കവാറും കണ്ടന്റ്. എന്തായാലും നോക്കാം. ഓക്കെ, നോക്കാം.
യുവർ ഓണർ, വിവാഹാലോചന വന്നപ്പോ എന്റെ കക്ഷിയുടെ വീട്ടുകാർക്ക് ഒരേ ഒരു മൂന്നെട്ടാ. ഓക്കെ, ഇത് ഇത് 55 സെക്കൻഡ് ഒന്നും ഇത് ഇല്ല. ആകെ 40 സെക്കൻഡേ ഉള്ളൂ വീഡിയോ, ബാക്കി ഫുള്ള് പരസ്യ. അതെ. 15 സെക്കൻഡ് പരസ്യം. എന്താണെങ്കിലും കല്യാണം കഴിച്ചു. യെസ്, കല്യാണത്തിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. ഇത് വെറുതെ തള്ളി വീണു. അതിന് ഡിവോഴ്സിലേക്ക് പോവാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും വക്കീല് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുന്ന ആസിഫ് അലിന്റെ ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിഞ്ഞൂടാ. ഇപ്പൊ ആരായിരിക്കും ആഭ്യന്തര കുറ്റവാളി? അത് ഇനി വല്ല കടുങ്കയും ചെയ്തിട്ട് നിൽക്കുവാണോ? വല്ല ചെറ്റയാണെങ്കിലേ പറയാൻ പറ്റൂല. എന്നിട്ട് ഒന്നും അറിയാത്ത അതും പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനത്തെ ക്യാരക്ടറാണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും കെട്ടിയോളാണ് എന്റെ മാലാക എന്ന സിനിമ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ. പിന്നെ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ പറയുന്ന വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറയാനിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 പേര് ബൈക്കിൽ വരുമ്പോ നല്ല കുടി പിടിച്ചിട്ടാണ് വരുന്ന സീനൊക്കെ. അതാ അപ്പൊ ആരായിരിക്കും കുറ്റവാളി? അത് നമുക്ക് നോക്കാം. സിനിമ വന്നാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കല്യാണം കഴിക്കുന്നവരെല്ലാവരും കുറ്റവാളി അല്ല, കല്യാണം കഴിക്കുന്നവരെല്ലാരും കുറ്റവാളികളല്ല, കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാവരും കുറ്റവാളികളായി മാറുന്നു. അങ്ങനെയായിരിക്കണം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉദാഹരണം തരാം. എൻ്റെ പാരൻസ്, ഇവൻ്റെ പാരൻസ് കുറ്റവാളികളായത് ഞങ്ങൾ ജയിപ്പിച്ചപ്പോഴാണ്. ജനനം കൊണ്ട് പാരൻസിനെ കുറ്റവാളികളാക്കിയ വ്യക്തികളാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെയ്ത വലിയ തെറ്റുകളിൽ ഒന്ന് അത് അവര് ഇത് ചെയ്തതായിരിക്കും. ഇതാണ് ആവശ്യം ഒന്നുമില്ല പിന്നെ പറയാം. എന്തായാലും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിന്റെ ടീസർ കണ്ടപ്പോൾ ഇതിന്റെ തീം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അസീസ് നെടുമങ്ങാട് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, ജഗദീഷ് ചേട്ടൻ. പിന്നെ ആരാ? പിന്നെ നായിക പുതിയതാണ്, നമ്മൾ കണ്ടിട്ടില്ല, അറിയത്തില്ലാത്ത ആളാണ്. പിന്നെ പിന്നെ ഇന്നിപ്പോ നമ്മള് കണ്ട ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പൊന്മാനിലെ മന്മഥൻ, ആനന്ദ് മന്മഥൻ. ആള് നല്ല രസമായിട്ടോ, ആളുടെ സീനുകളൊക്കെ ഭയങ്കര രസമായിട്ടോ പോകണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമേൻ്റെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. കല്യാണം കഴിക്കുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. കാരണം ഇങ്ങനത്തെ ടീസർ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും തരുന്നില്ല. ബാക്കി നമുക്ക് എന്തായാലും ഇനി അടുത്ത ട്രെയിലർ വരും പിടിക്കാം, അപ്പഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ഉണ്ടോന്ന്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.